വിവാദ മതപണ്ഡിതൻ സക്കീർ നായിക് ഇന്ന് സ്കൈപ്പ് വഴി മുംബൈയിൽ വാർത്താസമ്മേളനം നടത്തും. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് സൗദി അറേബ്യയിലുള്ള സക്കീർ നായിക് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് നേരത്തെ റദ്ദാക്കിയിരുന്നു. രാവിലെ 11:30 വാർത്താസമ്മേളനം. ധാക്കയിലെ തീവ്രവാദാക്രമണത്തിൽ പങ്കെടുത്ത യുവാക്കൾക്ക് പ്രചോദനമായത് സക്കീർ നായിക്കിന്റെ പ്രസംഗമെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. സക്കീർ നായിക്കിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നും IS-ലേക്ക് പോയവർക്ക് നായിക് പ്രചോദനമായോ എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിൽ യാത്രയിലായിരുന്ന സക്കീർ നായിക് ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് മാറ്റിവെച്ചു. പകരം മുംബൈയിൽ വീഡിയോ കോൺഫറൻസ് വഴി മാധ്യമങ്ങളുമായി സംവദിക്കാനാണ് തീരുമാനം. ഇതിനായി ഇന്ന് 11:30 വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുംബൈയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ സ്കൈപ്പ് വഴി നായിക് തത്സമയം പങ്കെടുക്കും. മാധ്യമ വിചാരണയ്ക്ക് താൻ വിധേയനാകുന്നുവെന്നാണ് നായിക്കിന്റെ ആരോപണം. ചില വാക്കുകൾ വളച്ചൊടിച്ച് താൻ തീവ്രവാദത്തിന് അനുകൂലമാണെന്ന് വരുത്തി തീർക്കുകയാണ് മാധ്യമങ്ങളെന്നും നായിക് നേരത്തെ ആരോപിച്ചിരുന്നു. ഇന്ന് നടക്കുന്ന വാർത്താസമ്മേളനം കേന്ദ്ര സർക്കാർ പരിശോധിക്കും. നിലവിൽ ഇന്ത്യയിൽ സക്കീർ നായിക്കിനെതിരെ കേസുകളൊന്നുമില്ല. പക്ഷേ ശിവസേന അടക്കമുള്ള പാർട്ടികളുടെ പ്രതിഷേധം നായിക്കിനെതിരെ ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. VS അച്യുതാനന്ദന് ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകുന്നതിനായുള്ള നിയമ ഭേദഗതി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ക്യാബിനറ്റ് റാങ്കോടെ പദവി നൽകുന്നതിനായി 1951 ഇരട്ട പദവി നയമാണ് ഭേദഗതി ചെയ്യുന്നത്. MLA എന്ന നിലയിൽ പുതിയ പദവി വഹിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനാണ് ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെയും നിയമ സെക്രട്ടറിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ മന്ത്രിസഭായോഗം തീരുമാനം എടുത്തിരുന്നു. അന്യസംസ്ഥാന ലോട്ടറി തട്ടിപ്പ് കേസിൽ സാന്റിയാഗോ മാർട്ടിന്റെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സ്വത്ത് കണ്ടുകെട്ടിക്കൊണ്ടുള്ള താൽക്കാലിക ഉത്തരവ് സ്ഥിരപ്പെടുത്തിയതായി കേന്ദ്ര എൻഫോഴ്സ്മെന്റ് കോടതി അറിയിച്ചിരുന്നു. മാർട്ടിന്റെ തടസ്സവാദങ്ങളും കണക്കിലെടുത്താണ് ഉത്തരവ് സ്ഥിരപ്പെടുത്തിയതെന്നും ഹർജി നേരത്തെ പരിഗണിക്കവേ എൻഫോഴ്സ്മെന്റ് അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത്. ഇരട്ട പദവി ആരോപണം നേരിടുന്ന ദില്ലിയിലെ 21 ആം ആദ്മി പാർട്ടി MLA-മാരെ അയോഗ്യരാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തീരുമാനമെടുക്കും. MLA-മാർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകും. അയോഗ്യരാക്കാതിരിക്കാൻ ഇരട്ട പദവി മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിച്ച് ദില്ലി നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതി തിരിച്ചയച്ചിരുന്നു. 21 MLA-മാർ പാർലമെന്ററി സെക്രട്ടറി സ്ഥാനം കൂടി വഹിക്കുന്നത് ഇരട്ട പദവിയാണ് എന്നാണ് ആരോപണം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തെരേസ മേ അധികാരമേറ്റു. ജനാധിപത്യ ബ്രിട്ടന്റെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയായാണ് തെരേസ മേ അധികാരമേറ്റത്. ഡേവിഡ് കാമറോണിന്റെ രാജി എലിസബത്ത് രാജ്ഞി സ്വീകരിച്ചതിന് പിന്നാലെയാണ് തെരേസ അധികാരമേറ്റത്. ഉരുക്കുവനിതയെന്ന് ലോകം വിളിച്ച മാർഗരറ്റ് താച്ചറിനു ശേഷം ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദവിയിലെത്തിയ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് തെരേസ മെയ്. നിലപാടുകളിലെ കണിശതയും കഠിനാധ്വാനവുമാണ് തെരേസ മെയ് എന്ന 59-കാരിയെ ബ്രിട്ടന്റെ തലപ്പത്തെത്തിച്ചത്. കൺസർവേറ്റീവ് പാർട്ടിയിലെ എതിർ സ്ഥാനാർത്ഥി ആൻഡ്രിയ ലീഡ്സ്മാന്റെ നാടകീയ പിന്മാറ്റത്തോടെ പ്രധാനമന്ത്രി പദവിയിലെത്തിയ തെരേസ 2010 മുതൽ ബ്രിട്ടന്റെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്നു. തുടർച്ചയായി 6 വർഷം ആഭ്യന്തര സെക്രട്ടറി പദവിയിലിരുന്ന് റെക്കോർഡിട്ട ശേഷമാണ് തെരേസ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്നത്. ബ്രെക്സിറ്റിനെ എതിർക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വീകരിച്ചിരുന്നത് എങ്കിലും പ്രധാനമന്ത്രിയാകുമ്പോൾ ബ്രിട്ടീഷ് ജനതയുടെ വികാരത്തിന് എതിരായ നടപടികൾ ഒന്നും ഉണ്ടാകില്ല എന്നാണ് തെരേസയുടെ തീരുമാനം. പിൻവാതിൽ വഴി EUവിൽ കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തില്ല എന്നും വീണ്ടും ഒരു ഹിതപരിശോധന ഉണ്ടാവില്ലെന്നും ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയായിരിക്കെ കൈക്കൊണ്ട കർശന നിലപാടുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ തെരേസയോട് എതിർപ്പുകളുണ്ടാക്കി. കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ, സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കൽ എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങൾ. എന്നാൽ തന്റെ നിലപാടുകളിൽ നിന്നും പിന്നോട്ടു പോകാൻ അവർ ഒരുക്കമായിരുന്നില്ല. മാർഗരറ്റ് താച്ചറുടെ കടുത്ത ആരാധികയായിരുന്ന ഇവർ താച്ചറുടെ പിൻഗാമിയായി പ്രധാനമന്ത്രി പദവിയിൽ എത്തുന്നുവെന്നത് ചരിത്രനിയോഗം. ഇന്റർനാഷണൽ ഡെസ്ക്. സ്റ്റാർട്ടപ്പ് വില്ലേജിന് ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക നീക്കിവെച്ച സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ IT സംരംഭങ്ങളെ അമേരിക്കയിലെ സിലിക്കൺ വാലിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ 2ാം ഘട്ടം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തെ ആദ്യ IT ടെലികോം ഇൻക്യുബേറ്ററായ സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്നത്. ലോകത്തിലെ ആദ്യ സ്റ്റുഡന്റ് ഡിജിറ്റൽ ഇൻക്യുബേറ്ററായി മാറുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് 2ാം ഘട്ടത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ടു. സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ വളർച്ചയ്ക്കായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. Build world-class physical infrastructure which is at par with Silicon Valley. Towards this, the government has allocated 225 crores for the technology.
technology innovation zone at Kochi to create infrastructure that can have 1,000 startups under one roof. Build world-class communication infrastructure. We need to connect our youth to the best minds in the world, and the government has allocated 150 crores to create India's largest network of telepresence centers. വ്യവസായ വകുപ്പ് സെക്രട്ടറി PH കുര്യൻ, IT സെക്രട്ടറി ശിവശങ്കർ, ക്രിസ് ഗോപാലകൃഷ്ണൻ, സ്റ്റാർട്ടപ്പ് വില്ലേജ് ചെയർമാൻ സഞ്ജയ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അരിവില കൂട്ടിയാൽ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത്. ആന്ധ്ര ലോബി അരിവില കൂട്ടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അരി വ്യാപാരികളുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആന്ധ്ര മില്ലുടമകളും ഏജന്റുമാരും അരിമൊത്ത വ്യാപാരികളും അരിവില കൂട്ടില്ലെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഓണക്കാലം മുന്നിൽ കണ്ട് കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും ആന്ധ്രയിൽ നെല്ലിന് വില കൂട്ടിയെന്ന പേരിലും കേരളത്തിൽ അരിവില കൂട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ 29 മുതൽ 30 രൂപ വരെയാണ് മൊത്ത വില. എന്നാൽ ഇത് 31ലേക്ക് എത്തിക്കാനാണ് ഇവരുടെ ഗൂഢനീക്കം. അതിന്റെ ബേസിൽ സർപ്ലസായിട്ട് അരി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണം വരെ അരി വില കൂട്ടാൻ യാതൊരു കാരണവശാലും കൂട്ടിയില്ല എന്നുള്ളൊരു അഷുറൻസ് കളക്ടർ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിന് വിപരീതമായി ചില മില്ലുടമകൾ വില കൂട്ടാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മില്ലുടമകൾ വാങ്ങുന്ന വില കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ വ്യാപാര സംഘടനയിൽ നിന്നുണ്ടാകും. അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വിലക്കയറ്റം നേരിടാൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആന്ധ്ര ലോബിയെ തളച്ചില്ലെങ്കിൽ ഓണക്കാലത്ത് വിലക്കയറ്റം ഉറപ്പ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിമന്റ് വിലയിൽ വൻ വർധനവ്. ചാക്കിന് 30 മുതൽ 40 രൂപ വരെയാണ് രണ്ടാഴ്ചയ്ക്കിടെ സിമന്റ് വില വർദ്ധിച്ചത്. വില വർദ്ധിപ്പിക്കാനായി സിമന്റ് കമ്പനികൾ മനഃപൂർവ്വം പൂഴ്ത്തിവയ്പ് നടത്തുന്നതായി കരാറുകാർ ആരോപിക്കുന്നു. വില വർദ്ധിച്ചതോടെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സിമന്റ് വിലയ്ക്ക് സ്ഥിരതയില്ല. 2 വർഷം മുമ്പ് 275 മുതൽ 285 രൂപയ്ക്ക് വരെ സിമന്റ് ലഭിച്ചിരുന്നത് 2015 ഒടുക്കത്തോടെ 380 മുതൽ 385 രൂപ വരെയായി. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ വർദ്ധിച്ചത് പാക്കറ്റിന് 30 മുതൽ 40 രൂപ വരെ. സിമന്റിന് ഇന്നത്തെ വിപണി വില 420 430 രൂപയ്ക്കും ഇടയ്ക്കാണ്. സിമന്റ് കമ്പനികൾ ഒരു ദയയുമില്ലാതെയാണ് കേരളത്തിൽ വില വർദ്ധിപ്പിക്കുന്നതെന്നും അത് നിർമ്മാണ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി കടുത്തതാണെന്നും പറയുന്നു കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് KD ജോർജ്. ഒരു എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ടെൻഡർ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ നോർമൽ പ്രൊസീഡിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മാസം എടുക്കും കോൺട്രാക്ടർ പണി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും. ഈ 6 മാസം ആകുമ്പോഴത്തേക്കും സിമെൻറ്റിന് 20, 40, 50 രൂപ കൂടുമ്പോൾ അവനിത് കിട്ടുകയില്ലെന്ന് മാത്രമല്ല, അവന് ഈ പറയുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താനും പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. കേരളം സിമന്റ് കമ്പനികളുടെ വലിയ വിപണിയാണ്. അതുകൊണ്ട് തന്നെ വില വർദ്ധിപ്പിക്കുന്നതിനായി പൂഴ്ത്തിവെപ്പ് നടത്തിക്കൊണ്ട് സിമന്റ് കമ്പനികൾ തന്നെ പ്രതിസന്ധി സ്വയം സൃഷ്ടിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് സത്യം പറഞ്ഞാൽ സിമന്റ് കമ്പനിക്കാർ കൊള്ളയടിക്കുന്നതെന്ന് പറയാനായിട്ട് യാതൊരു വാക്കുമില്ല. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ സിമന്റിന് കേരളത്തെക്കാൾ 200 രൂപയോളം വില കുറവാണ്. കേരളത്തിലേക്കുള്ള ഗതാഗത ചിലവായി 80 രൂപ വരെ കൂട്ടിയാലും 320 രൂപയ്ക്ക് അപ്പുറം സിമന്റിന് വില വരുന്നില്ല. സർക്കാർ ഇടപെട്ട് വിലസ്ഥിരതാ പാക്കേജ് ഉണ്ടാക്കണം. പൂഴ്ത്തിവെപ്പിൽ ഇടപെടണം. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സിനെ നല്ല രീതിയിൽ പുനരുജ്ജീവിപ്പിക്കണം. ചെറുകിടക്കാർക്ക് തമിഴ്നാട് മാതൃകയിൽ സിമന്റ് പാക്കേജ് ഉണ്ടാക്കണമെന്നും തുടങ്ങിയ പരിഹാര നിർദ്ദേശങ്ങളും കരാറുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. നഗരത്തെ അരക്ഷിതാവസ്ഥയിലാക്കി മുംബൈയിലെ മൊത്ത വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിൽ. കാർഷികോൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് നേരിട്ട് വിൽക്കാമെന്ന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കർഷകരിൽ നിന്നും മൊത്ത വിപണിയിലേക്ക് പച്ചക്കറികളും പഴങ്ങളും എത്തുന്ന സംവിധാനത്തെയാണ് സർക്കാർ പൊളിച്ചെഴുതിയത്. ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മുംബൈയിലെ മൊത്ത വിപണികളിലെ വ്യാപാരികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഇതോടെ നഗരത്തിൽ അവശ്യ സാധനങ്ങളുടെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും സാധ്യതയേറി. വീട്ടിൽ ഇങ്ങനെ കഴിയുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പച്ചക്കറിയും കിട്ടില്ല. എന്നാൽ സർക്കാരിന്റെ പുതിയ നടപടിയിൽ ചെറുകിട വ്യാപാരികളും സംതൃപ്തരല്ല. എല്ലാത്തിനും വില കൂടുതൽ, പബ്ലിക്കിന് സാധനം കിട്ടുന്നില്ല, പബ്ലിക് ഓടി നടക്കുക. സർക്കാർ അധീനതയിലുള്ള വ്യാപാര കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യമാണ് പലരും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുംബൈ കൃഷി ഉൽപ്പന്ന ബാസാർ സമിതി കാര്യാധികാരി പറഞ്ഞു. ട്രോളിംഗ് നിരോധന കാലമായതിനാൽ മത്സ്യവിപണിയിലെ വിലക്കയറ്റവും കൂടിയായപ്പോൾ വലഞ്ഞത് വീട്ടമ്മമാരാണ്. പച്ചക്കറിക്ക് വില കൂടി, വില മീനും മേടിക്കട്ടെ കറി വെക്കട്ടെ വിചാരിച്ചാൽ അതിൻ്റെ അപ്പുറം വിലയാണ്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. ആദിവാസികൾക്കിടയിൽ ശിശുമരണ നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകി പരിചരിക്കുകയാണ് വയനാട്ടിലെ ഒരു സാമൂഹ്യാരോഗ്യ കേന്ദ്രം. സ്പർശം എന്ന് പേരിട്ട് പനമരം CHD ആണ് മാതൃകാപരമായ പദ്ധതി നടപ്പാക്കുന്നത്. ആശാവർക്കർമാരുടെ സഹായത്തോടെ ഗർഭിണികളായ സ്ത്രീകൾക്ക് നല്ല പരിചരണവും പോഷകാഹാരവുമെല്ലാം നൽകുന്നതാണ് സ്പർശം എന്ന പദ്ധതി.
SC ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിക്കുന്നു. എല്ലാ മാസവും രണ്ടാമത്തെ വെള്ളിയാഴ്ചകളിൽ കോളനിയിൽ വാഹനവുമായി ആരോഗ്യ പ്രവർത്തകരെത്തും. ആരോഗ്യ കേന്ദ്രത്തിലേക്കും തിരിച്ചുമെത്തിക്കാൻ 7 വാഹനങ്ങളാണ് ഇത്തരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഒരു ഗൈനക്കോളജിസ്റ്റും ആശുപത്രിയിലുണ്ടാകും. പലപ്പോഴും മുന്നേ ഗൈനക്കോളജിസ്റ്റുകളുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ പെരിഫറിയിൽ നിന്ന് വരുന്ന രോഗികളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും ഉണ്ടാവാറില്ല എന്നായിരുന്നു. അപ്പോൾ ഇത് വന്നേ പിന്നെ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ പേഷ്യൻസിൻ്റെയും ഗൈനക്കോളജിസ്റ്റിനെ എത്തിക്കാനും ഡെലിവറി അവർക്ക് എളുപ്പം ആക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ലാബ് പരിശോധനകളും മരുന്നുമെല്ലാം സൗജന്യമാണ്. കേരള വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡോക്ടർ താഹിർ മുഹമ്മദാണ് സ്പർശത്തിന് രൂപം നൽകിയത്. ഗർഭിണികളായ 60ഓളം സ്ത്രീകൾക്ക് നിലവിൽ സ്പർശം തുണയുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക്. 14 ആവശ്യങ്ങൾ ഉന്നയിച്ച നവംബർ 24 ദില്ലിയിൽ 1 ലക്ഷം പേർ അണിനിരക്കുന്ന കർഷക റാലി നടത്തും. രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കും. ബംഗളൂരുവിൽ ചേർന്ന അഖിലേന്ത്യാ കിസാൻ കൗൺസിൽ യോഗത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ വൻ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചത്. 14 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചാണ് പ്രക്ഷോഭ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സമഗ്രമായ ഭൂപരിഷ്കരണം നടപ്പാക്കുക, കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രം 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം നടപ്പാക്കുക, കാർഷിക കടാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുക, ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. കാർഷിക ഭക്ഷ്യോൽപാദന സംസ്കരണ മേഖലകളിലെ വിദേശ നിക്ഷേപം പിൻവലിക്കുക, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 300 രൂപ ദിവസവേതനത്തിൽ പ്രതിവർഷം 200 ദിവസമെങ്കിലും തൊഴിൽ നൽകുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേജസും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്താൻ കേന്ദ്ര നിയമം കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങളും 14 അവകാശ പത്രികയിലുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ രാജ്യവ്യാപക പ്രക്ഷോഭ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. കന്യാകുമാരി, വിരുദുനഗർ, ജമ്മു, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ജാഥകൾ ദില്ലിയിൽ സംഗമിക്കും. നവംബർ 24 ദില്ലിയിൽ നടക്കുന്ന മഹാറാലിയിൽ 1 ലക്ഷത്തിലധികം കർഷകർ പങ്കെടുക്കുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻ മുള്ള പറഞ്ഞു. A massive rally in Delhi. 24th November we are targeting budget session, then winter session. 24th November we will mobilize massive farmers from all over the country. സെപ്റ്റംബർ 2 പൊതുപണിമുടക്കിന് പിന്തുണ നൽകാനും കിസാൻ സഭ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലത്ത് കപ്പലടിഞ്ഞ ഭാഗത്തെ തീരപ്രദേശം കടലാക്രമണത്തെ തുടർന്ന് കടലെടുത്തു തുടങ്ങി. കര സംരക്ഷിക്കാൻ വൈദികരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിയ പ്രവർത്തനം മാതൃകാപരമായി. മണ്ണുമാന്തി കപ്പൽ കരക്കടിഞ്ഞതോടെയാണ് കടലാക്രമണം കാക്കത്തോപ്പ് ഭാഗത്ത് രൂക്ഷമായത്. ഏതു നിമിഷവും റോഡ് കടലെടുക്കുമെന്ന നിലയിലായതോടെ തീരനിവാസികൾ വൈദികരുടെ നേതൃത്വത്തിൽ മണൽച്ചാക്കുകൾ നിരത്തി തീരം സംരക്ഷിക്കുന്നതിന് ശ്രമം നടത്തി. കടൽ ഭിത്തിയും പുലിമുട്ടും ഉടൻ നിർമ്മിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തീരം പോയിട്ടില്ലായിരുന്നു. ഈ കപ്പൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ഇവിടെ തിട്ടയെല്ലാം പോയി. തിട്ട പോയി കടൽ കയറി കരയിലെത്താറായി. സർക്കാരിന്റെ ഭാഗത്തുനിന്നും മറ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ അടിയന്തരമായിട്ട് ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടും ഇതുവരെയും ഈ മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ ഈ തീരം സംരക്ഷിക്കുവാനായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടില്ല. ഈ കപ്പൽ ഇവിടെ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഏക പ്രതിവിധി. കപ്പൽ മാറ്റാൻ കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെ മറ്റ് സാങ്കേതിക സഹായം തേടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബഡ്ജറ്റ് ഫോൺ നിർമ്മാണ രംഗത്ത് ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഫിലിപ്സ്. വെറും 1099 രൂപയ്ക്ക് മൊബൈൽ ഫോൺ വിപണിയിലെത്തിച്ചാണ് ഫിലിപ്സിന്റെ ചുവടുവയ്പ്.